ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് സത്യനന്ദിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ സംവിധാനവും തിരക്കഥയും എഴുതി നമ്മുടെ മുൻപിൽ ഇന്ന് എത്തിയിട്ടുള്ള സർവം മായ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമക്ക് വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് മലയാളി പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്നത് അല്ലേ. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് നിവിൻ പോളി. നിവിൻ പോളി ഒരു കുറച്ച് പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയാണ് കുറേ നാളുകളായിട്ട് പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന നിവിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടാറുണ്ടായില്ല. പക്ഷേ ഈ സിനിമേനകത്ത് മച്ചാൻ പൊളിച്ചിട്ടുണ്ട്. നിവിനെ മുത്തേ നിങ്ങളെ തിരിച്ചു തന്നിട്ടുണ്ട് ഈ സിനിമയിലൂടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് നിവിൻ്റെ ആക്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, എന്ത് ക്യൂട്ടായിട്ടാണോ നിവിനകത്ത് ഓരോ സീൻസും അഭിനയിക്കുന്നത്. ആക്ഷനും റിയാക്ഷൻസും ഒക്കെ അടിപൊളിയാണ്. എന്താ പറയുക, ഒരു ലെഡ് മാതിരിയൊക്കെ അത്ര സ്വീറ്റായിട്ടാണ് നിവിൻ ഈ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയണം, ഇതിനകത്ത് നമുക്കറിയാം ഒരു ഗോസ്റ്റിൻ്റെ കൂടി കഥയാണ്. പ്രേതകഥ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും ക്യൂട്ടായിട്ട് ഞാൻ ഇതുവരെ വേറൊരു സിനിമയും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ സിനിമയും നമുക്ക് പേടിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സീൻ പേടിക്കാനൊക്കെ ഇട്ടുണ്ടാവും. ഇതിനകത്ത് വളരെ ക്യൂട്ടായിട്ട് ഭയങ്കര രസമാണ് ഈ പ്രേതം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോലും ആഗ്രഹിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രേതം. എന്തായാലും ആ ഒരു കഥാപാത്രത്തെ വളരെ അച്ചടക്കത്തോടെ ഭയങ്കര എന്താ പറയുക രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് റിയ ഷിബു. റിയയുടെ വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇതൊരു ജെൻസി ക്യാരക്ടറാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോൺ യൂസ് ചെയ്യുന്നതും മൊബൈൽ സെർച്ച് ചെയ്യുന്നതും സംസാര രീതിയും ആക്ഷൻസും പെട്ടെന്ന് സാഡ് ആവുന്നതും ഒക്കെ വളരെ തന്മയത്വത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് റിയ അവതരിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറിനെ എനിക്ക് മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ആലോചിച്ച് നോക്കി, ഇത് വേറൊരാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇത് റിയയ്ക്ക് വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾറെഡി നിവിനും റിയയും രണ്ടുപേരും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിലൂടെ. ഇനി അങ്ങോട്ടേക്ക് ഇവർക്ക് മലയാള സിനിമേനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെറുതും വലുതുമായിട്ട് കുറച്ചധികം അഭിനേതാക്കൾ വേറെയുണ്ട്. എക്സാമ്പിൾ നമ്മുടെ അജു വർഗീസ് ഉണ്ട്, പ്രീതി മുകുന്ദൻ ഉണ്ട്, മധു വാര്യർ ഉണ്ട്, രഘുനാഥ് പല്ലേരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിനീത് ഉണ്ട്. കുറേ പേർക്കൊക്കെ വളരെ കുറച്ച് സീൻസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സീനിൽ വന്നേക്കുന്ന ആൾക്കാർക്ക് പോലും അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ വ്യക്തികൾ ആരും ആ സിനിമേനകത്തൊരു അധികപ്പറ്റായിട്ടോ അല്ലെങ്കിൽ ഇവർ എന്തിനാണ് ഇവിടെ എന്ന് നമുക്കൊരു രീതിയിൽ പോലും തോന്നാത്ത രീതിയിലുള്ള എന്താ പറയുക മേക്കിങ് തന്നെയാണ്. മേക്കിങ്ങിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ അത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അഭിനയിച്ചേക്കണ എല്ലാവരും അതിമനോഹരമായിട്ട് അവർക്ക് കിട്ടിയ റോള് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ DOP ചെയ്തേക്കുന്നത് ശരൺ വേലായുധനാണ്. എന്താ പറയുക, ഒരു കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കളറിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മ്യൂസിക് ചെയ്തേക്കണത് ജസ്റ്റിൻ പ്രഭാകരനാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭയങ്കര വലിയ മ്യൂസിക്കൊന്നും ഈ സിനിമേനകത്ത് ഇല്ല. പക്ഷേ ഉള്ളത് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഈശ്വരവിശ്വാസിയായി ഇരുന്നിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഈശ്വരനെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിലൊരു സന്ദർഭത്തിൽ വെച്ചിട്ട് നിരീശ്വരവാദിയായിട്ട് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ അയാളുടെ വീട്ടിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ തന്നെ അയാൾ ആ സമയത്ത് അയാളുടെ പാഷനാണ് ഫോളോ ചെയ്തു പോകണം. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കുടുംബമായിട്ട് സ്വാഭാവികമായിട്ട് അകന്നിട്ടാണ് ഇയാൾ വീട് വിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കാണുന്ന സമയത്തൊക്കെ നിവിൻ പോളിയുടെ മുഖത്ത് അത്ര ഭയങ്കര ഹാപ്പിനെസ്സോ ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനപ്പോൾ ആലോചിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ഇത്ര സാഡായിട്ടിരിക്കുന്നതെന്ന്. കാരണം അയാളുടെ ഉള്ളിനകത്തൊരു പെയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും മായ്ച്ചാലും തേച്ചാലും പോവാത്തൊരു പെയിൻ. ആ പെയിൻ ഹോൾഡ് ചെയ്തിട്ടാണ് അയാളുടെ യാത്ര തുടരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും നിവിൻ സ്ക്രീനിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ പെയിൻ നമ്മൾ അറിയുമ്പോൾ നമുക്ക് തോന്നും ഇയാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റും, ഇയാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും, ഇയാളുടെ ഫേസിനകത്ത് ഇത്ര ഹാപ്പിനെസ് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കുറച്ചധികം വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ്.
പല വീടുകളിലും ഇപ്പോഴും അച്ഛനും മകനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ മകൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അച്ഛനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരിക്കലും മിണ്ടാതിരിക്കുന്ന സന്ദർഭങ്ങൾ വരെയൊക്കെ പല വീടുകളിലും ഉണ്ട്. പിന്നെ അവരതിനെ മറികടക്കാൻ ശ്രമിക്കാമല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ആ ഒരു അകൽച്ച മാറ്റാനായിട്ട് ആരും മുൻകൈ എടുക്കാറില്ല. പക്ഷേ ആ അകൽച്ച മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മുഹൂർത്തമായിരിക്കും. അതെല്ലാം ഇതിനകത്തൊരു നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന രീതിയിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മധു വാര്യർ നിവിൻ്റെ ചേട്ടനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ചേട്ടൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു നമുക്കും തോന്നും. കാരണം അനിയനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അയാളുടെ വഴികളിനകത്ത് ബലം പിടിക്കാതെ അയാൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ളൊരു ബലം അനിയന് കൊടുക്കുന്നുണ്ട് ഏട്ടൻ. പിന്നെ അജു വർഗീസ് കസിൻ ബ്രദറായിട്ടാണ്. അജു വർഗീസും നിവിനും തമ്മിലുള്ള കോംബോ നമുക്ക് പണ്ട് മുതലറിയാം വർക്കാവുന്നൊരു കോംബോ ആണ്. അത് ഈ സിനിമയിനകത്തും അതുപോലെ തന്നെ വർക്കായിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ഹാപ്പിനെസ് ആയിട്ട് മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം തിയേറ്ററിനകത്ത് എല്ലാ ഏജ് കാറ്റഗറീസിലുള്ള ആളുകളുമായിട്ട് പോയിട്ട് കണ്ടിട്ട് ഒരുപോലെ സന്തോഷിച്ചിറങ്ങി വരാൻ പറ്റുന്നൊരു മൂവി. അങ്ങനെയുള്ള മൂവികൾ നമുക്കിപ്പോൾ കുറച്ച് റയറായിട്ടാണ് വരാറ്. പലപ്പോഴും ഇപ്പോൾ സിനിമകൾ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. ചിലവർക്ക് ത്രില്ലർ മൂവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് റോ ആയിട്ടുള്ള മൂവി ആയിരിക്കും ഇഷ്ടം, റൊമാൻസ് മൂവി ആയിരിക്കും. അങ്ങനെ പല കാറ്റഗറീസിലും വരുമ്പോൾ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിജയിക്കുന്ന പടങ്ങൾ വളരെ കുറവായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ സർവം മായ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പ്രസക്തി ഏറുന്നത്. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേന്നോ, ഇതിനകത്ത് ഹ്യൂമറിനകത്ത് ഒരുപാട് പ്രാധാന്യം ഇവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഹ്യൂമറൊന്നും ഈ എഴുതി വെച്ചിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച ഹ്യൂമറല്ല. അതായത് ഏച്ചുകെട്ടലില്ലാത്ത ഹ്യൂമറുകളാണ്. സന്ദർഭത്തിനനുസരിച്ച് ആ സന്ദർഭവുമായിട്ട് ഇണങ്ങിയിട്ടാണ് ഹ്യൂമർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിനകത്ത് പലപ്പോഴും മനസ്സ് നിറഞ്ഞ് ചിരിക്കാനുള്ള സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചിരിച്ചു. എന്നത് ഇരട്ടിച്ച് സന്തോഷമാക്കിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിരിക്കുന്നതിനോടൊപ്പം ആ തിയേറ്റർ മൊത്തം ഇരുന്ന് ചിരിക്കുന്നത് ഞാൻ കേട്ടു. തിയേറ്ററിനകത്ത് ചിരിയുടെ വോയിസാണ് കൂടുതൽ നിന്നേച്ചത്. അത് ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. പല ആൾക്കാരുടെയും വോയിസ് നമുക്ക് നല്ല ലൗഡായിട്ട് കേൾക്കാം. ഒരു സ്ഥലത്ത് ഞാൻ പോലും വിചാരിച്ചു ദൈവം എൻ്റെ ഒച്ച കൂടിപ്പോയി, കുറക്കണം, കൺട്രോൾ ചെയ്യണമെന്ന്. കാരണം നമ്മൾ മതിമറന്ന് ചിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഈ സിനിമേനകത്ത് ഒരുപാടുണ്ട്. അങ്ങനെ ഒരു മൂവി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ സത്യമായിട്ട് നമ്മൾ തിയേറ്ററിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എല്ലാവരും ഒരേ സമയത്ത് ഒരേ രീതിയിലൊരു ഹ്യൂമറിനെ ഏറ്റെടുക്കുന്നത് വളരെ റെയറായിട്ട് ഇപ്പോൾ നടക്കാറുള്ളൂ.